ഇന്ന് രാവിലെയാണ് അഭിജിത് ദീപ് കെ അമേരിക്കയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയത്. ആദ്യം ഈ പാർലമെന്ററി പോലീസിന്റെ മുന്നിലേക്കായിരുന്നു ഒരു പ്രതിഷേധം നടത്താനായിട്ട് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം അത് മാറി ജന്തർ മന്ദിറിലേക്ക് ഒരു പ്രതിഷേധം നടത്താനായിരുന്നു അഭിജിത് ദീപ് കെ ഇന്ന് പദ്ധതിയിട്ടത്. നിലവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ കൊടഞ്ഞു വീണിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ പ്രതിഷേധത്തിൽ വലിയ തരത്തിലുള്ള ഒരു ജനപിന്തുണ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നവമാധ്യമങ്ങളിലടക്കം തുടങ്ങിയ സമയത്ത് ഒട്ടനവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഈ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദിറിലേക്ക് നോക്കുമ്പോൾ 100-ൽ താഴെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമാണ് അഭിജിത് ദീപ് കെ കുഴഞ്ഞു വീഴാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. ആ സമയത്ത് തന്നെ, അതായത് അഭിജിത് ദീപ് കെ കുഴഞ്ഞു വീണപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവർ വെള്ളവും മറ്റ് ഫസ്റ്റ് എയ്ഡും ഒക്കെ നൽകി. ഇപ്പോൾ അഭിജിത് ദീപ് കെ ജന്തർ മന്ദിറിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. വൈകുന്നേരം വരെയാണ് പ്രതിഷേധം ഉണ്ടാകുക എന്ന് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് ബജറംഗ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തി. അങ്ങനെ ഡൽഹി പോലീസുമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഉടൻ തന്നെ ഡൽഹി പോലീസ് ഈ ബജറംഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടാതെ ഒരു തരത്തിലുമുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വലിയ രീതിയിൽ തന്നെ അതീവ ജാഗ്രതയിലാണ് പോലീസുകാർ. കാരണം ഈ CJP പ്രവർത്തകർ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് പലതരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു ലാത്തി ചാർജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങേയറ്റം, അതായത് ക്രമസമാധാനം അങ്ങേയറ്റം തകർന്ന രീതിയിലേക്ക് എത്തിയാൽ മാത്രമേ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു ക്വിക്ക് ആക്ഷൻ അല്ലെങ്കിൽ ക്വിക്ക് റെസ്പോണ്ട് ഉണ്ടാകുള്ളൂ എന്നാണ് ഡൽഹി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഡൽഹിയിലെത്തിയ അഭിജിത് ദീപ് കെ ഇന്ന് രാവിലെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കാനുള്ള അനുമതി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുള്ള അനുവാദം പോലീസ് നൽകുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ഏജൻസികൾ എത്തുമെന്നാണ് അറിയിച്ചിരുന്നുവെങ്കിലും ഉച്ച വരെ ആയിട്ടുള്ള കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് ലക്ഷങ്ങളൊന്നും തന്നെയില്ല. 100-ൽ താഴെ ചുരുക്കം ചില ഏജൻസികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CJPയുടെ പ്രതിഷേധത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവതി യുവാക്കൾ ജന്തർ മന്ദിറിൽ എത്തിയിരുന്നു. പാർട്ടിയുടെ ചിഹ്നമണിഞ്ഞ ടീഷർട്ടും ദേശീയ പതാകയും കയ്യിൽ കരുതിയാണ് പ്രതിഷേധക്കാർ എത്തിയത്. പ്രതിഷേധ പരിപാടിക്ക് പിന്തുണയുമായി SFI അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു. കൂടാതെ അതിനിടെ ജയ് ശ്രീറാം വിളിച്ച് ഒരു സംഘം ആളുകൾ CJP പ്രതിഷേധം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അത് കുറച്ച് സമയം ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തിയിരുന്നുവെങ്കിലും ഡൽഹി പോലീസ് അതീവ രീതിയിൽ തന്നെ ആ ഒരു സംഘർഷം ഒതുക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ പോലീസ് ജന്തർ മന്ദിറിൽ നിന്ന് ഉടനെ തന്നെ നീക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി CJPയുടെ ആഹ്വാനപ്രകാരം ദേശീയ പതാക അടക്കം കയ്യിലെന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത്. കൂടാതെ CJPയുടെ പാറ്റ ചിഹ്നമുള്ള ടീഷർട്ട് അണിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ കോക്രോച്ചിന്റെ മുഖംമൂടിയും ഇവർ അണിഞ്ഞിരുന്നു. ഡൽഹി കൂടാതെ മഹാരാഷ്ട്ര, UP, രാജസ്ഥാൻ മുതൽ തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശ് അടക്കം സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും എത്തിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. CJP മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരും ജന്തർ മന്ദിറിൽ എത്തിയത്. പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണയെന്ന് SFI നേതാവ് ഐഷി ഘോഷ് പറയുന്നുണ്ട്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ചെറിയ സമയം കൊണ്ട് വലിയ പിന്തുണയാണ് CJPക്ക് കിട്ടിയത്. എന്നാൽ നേരിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് എത്തുമ്പോൾ അത്രയും പേരെ നേരിട്ട് എത്താൻ ഉച്ച കഴിഞ്ഞിട്ടും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ നീറ്റ് CBSE വിഷയങ്ങളിൽ ഉയർന്ന യുവരോക്ഷത്തിന്റെ പ്രതീകമായി CJPയുടെ ജന്തർ മന്ദിറിലെ പ്രതിഷേധം മാറിയിരിക്കുകയാണ്. ഈ CJPക്ക് അമേരിക്കയിൽ നിന്നടക്കം ഫണ്ടിങ് കിട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജോർജ് സോറസിന്റെ NGO അടക്കം ഇവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ പ്രകോപനമുണ്ടായാൽ അത് നിലവിലെ പ്രതിഷേധത്തിന് കൂടുതൽ ഊർജ്ജമാകുമെന്ന് കണ്ട് പോലീസും പ്രതിഷേധക്കാരെ തടയുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് പകരം ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്കാണ് അഭിജിത് ദീപ് കെ എത്തിയത്. സോനം വാങ്ചുക് ജന്തർ മന്ദിറിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ VIP-കളുടെ വീടുകൾക്ക് പുറത്ത് പോലീസ് കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. പ്രതിഷേധക്കാരുടെ ആക്രമണം ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പോലീസ് ഉടനെ തന്നെ ആ ഒരു ആക്രമണത്തെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു വാദം കേൾക്കുന്നതിനിടെയാണ് ആ ഒരു പരാമർശമാണ് നടത്തിയത്. അതായത് നിങ്ങളൊക്കെ കോക്രോച്ചുകളാണ് എന്നൊരു പരാമർശം സൂര്യകാന്ത് നടത്തിയിരുന്നു. ആ ഒരു ചുവട് വെച്ചിട്ടാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടി നിമിഷ നേരം കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം രൂപം കൊണ്ടത്. പക്ഷേ അതീവ ജാഗ്രതയിലാണ് പോലീസ് നിൽക്കുന്നത്. എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ അല്ലെങ്കിൽ CJPയുടെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, ലോ ആൻഡ് ഓർഡർ തകർക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ അഭിജിത് ദീപ് കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങളിലേക്ക് ഡൽഹി പോലീസ് എത്തും. കാരണം കർശനമായ ഒരു നടപടിയിലേക്ക്
എത്താനുള്ള ഒരു നീക്കം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിൽ കമ്മീഷണറും DGPയും അടക്കം ഒരു വലിയ രീതിയിലുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിലടക്കമാണ് ഒരു തീരുമാനം അവരെടുത്തത്. അത് CJP രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയൊരു പ്രകോപനത്തിലേക്ക് പോയാൽ, ഒരു കലാപത്തിലേക്ക് അവരെങ്ങാനോ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ അതിനെ തടയാൻ വേണ്ടിയുള്ള ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്.